ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂന്നാമതൊരാളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. പ്രത്യേകിച്ചും പുതുതായിട്ട് കല്യാണം കഴിച്ച ആളുകളൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വീട്ടുകാരെ അറിയിക്കുകയും വേറൊരാളെ ഇടപെടുത്തുകയും ചെയ്യുമ്പോൾ അവർ തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് സംസാരിക്കുക. എന്താണ് ഓരോ ആളുകളുടെയും നീഡ്സ്, അവരുടെ ലിമിറ്റേഷൻസ് എന്താണ്, അവരുടെ വികാര വിചാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ ഇടപെടുന്ന സമയത്ത് ഈ പ്രശ്നം വലുതാകുകയും പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളൊക്കെ ഇടപെട്ട് ചെറിയൊരു പ്രശ്നം വലിയ പ്രശ്നമാക്കി മാറ്റും. ഇനി ഭാര്യയുടെ വീട്ടിൽ നിന്നും അതേ സ്ഥിതി തന്നെയാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവർ തന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമതൊരാളെ ഇടപെടുത്തുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇനി പരിഹരിക്കാൻ വേറൊരാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് പ്രൊഫഷണൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികളെയും സ്വാധീനിക്കാത്ത ആളുകളായിരിക്കേണ്ടത് നിർബന്ധമാണ്.